ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മുള്ളമ്പാറ വ്യൂ പോയിന്റിലേക്കാണ്. അതായത് വയനാടിൻ്റെ വേറൊരു സൈഡിലുള്ള ഒരു മലയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കണ്ടു നോക്കാം. കമാൺ. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നാണ് തോന്നുന്നത്. കാരണം ഇവിടേക്ക് ഒരു എൻട്രി ഫീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 50 റുപ്പീസാണ് പെർ ഹെഡ്. അപ്പോൾ അത്യാവശ്യം നല്ലോണം കയറാണ്ട് നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. നല്ല തണുപ്പുള്ള ക്ലൈമറ്റ്. പിന്നെ അവിടെ തന്നെ കുറച്ച് മുകളിൽ കയറുന്ന സമയത്ത് ചായയും കൂൾ ഡ്രിങ്ക്സും ഒക്കെ കഴിക്കാനുള്ളൊരു സ്ഥലമുണ്ട്. നല്ലോണം കയറാണ്ട് കേട്ടോ. കയറാനും കയറ്റം കയറാൻ വയ്യാത്തവർക്കൊന്നും വരാൻ പറ്റിയ സ്ഥലമല്ല. അത്യാവശ്യം നല്ല ടോപ്പാണ്. ഏകദേശം 2000 അടി മുകളിലാണ് എന്ന് ഞാൻ വെറുതെ പറയുകയാണ്. എനിക്ക് അറിയില്ല കറക്റ്റ്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ കളികളും കോപ്രായവും കളിക്കരുത്. കാരണം ഊരൊളുക്കും, നടുവെട്ടും. പിന്നെ മക്കൾക്ക് കളിക്കാനുള്ള അത്യാവശ്യം കളിക്കാനുള്ള റൈഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഊഞ്ഞാലൊക്കെ ഉണ്ട്, മക്കൾക്ക് അത്യാവശ്യം കളിക്കാം. പിന്നെ കുറേ കയറാണ്ട് കിട്ടും. നമ്മൾ ചില്ലറ എന്നല്ല, നല്ലൊരു വലിയൊരു മലൻ്റെ ടോപ്പിലെത്തണം. കാരണം ആ ഒരു മനസ്സിലാണ്ട് നമ്മൾ കയറുന്നതനുസരിച്ച്. കാരണം തണുപ്പ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഇത് ഗ്ലാസ് ബ്രിഡ്ജ് എന്നല്ല കേട്ടോ, ഇത് ഇരുമ്പിൻ്റെ പൈപ്പ് കൊണ്ട് ആക്കിയതാണ്. ഗ്ലാസ് ബ്രിഡ്ജ് എന്നല്ല. പക്ഷെ ഞങ്ങളിപ്പോൾ ഏകദേശം വന്നത് സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു സമയത്താണ്. സമയം ഇപ്പോൾ ഏകദേശം 6:15 ആയിട്ടുണ്ട്. സൂര്യൻ അസ്തമിക്കുന്ന നല്ലൊരു കാഴ്ച കിട്ടി, നല്ലൊരു വ്യൂ കിട്ടി. ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ എല്ലാ മലകളും കക്കയത്തിൻ്റെ ഭാഗത്താണ്. കരിയാത്തമ്പാറ അതൊക്കെയാണ് ഈ കാണുന്നത്. തോണിക്കടവ് ആ പ്രദേശങ്ങളൊക്കെ നല്ല വൃത്തിയിലിങ്ങനെ നല്ല സ്റ്റൈലിലിങ്ങനെ കാണുന്നുണ്ട്. ഒരു കോടിറങ്ങിയൊരു സമയം പോലെയാണ്. മൊത്തത്തിൽ നല്ല തണുത്ത കാറ്റും നല്ല പ്രത്യേകം സൂപ്പർ അടിപൊളി ഒരു ക്ലൈമറ്റാണ്. അപ്പോൾ വീട്ടിൽ വെറുതെ ചുമ്മാ നിൽക്കുമ്പോൾ ഫ്രണ്ട്സിനെയും മക്കളെയും കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങി. നമ്മളെ നാട്ടിലൊക്കെ നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. നമ്മൾ കൊടൈക്കനാലും ഊട്ടി മൈസൂർ അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മളെ ചുറ്റുവട്ടത്ത് തന്നെ ഇഷ്ടം പോലെ നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.